BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. കൊച്ചി ഞാറക്കരയിൽ വനിതാ ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ച സംഭവത്തിൽ 2 പ്രതികൾ അറസ്റ്റിൽ. മനു, അജിൻ എന്നിവരാണ് പിടിയിലായത്. മുംബൈയിൽ നിന്നുമാണ് ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവശേഷം സൂറത്തിലേക്കും അവിടെ നിന്ന് മുംബൈയിലേക്കുമാണ് പ്രതികൾ പോയത്. ഇവരെ ഒളിവിൽ പോകാൻ സഹായിച്ച 2 പ്രതികളെ പോലീസ് ഇതിനു മുൻപ് അറസ്റ്റ് ചെയ്തിരുന്നു. മനു, അജിൻ, ഡാനി എന്നിവരാണ് ഓട്ടോ ഡ്രൈവറായ ജയയെ ക്രൂരമായി മർദ്ദിച്ചത്. ഇവർക്ക് കൊട്ടേഷൻ നൽകിയ സജീഷിനെയും പിടികൂടാനുണ്ട്. സജീഷ് ജയയുടെ ബന്ധുവാണ്. ഡാനിയും സജീഷുമാണ് ഇനി കേസിൽ പിടിയിലാകാനുള്ള പ്രതികൾ. സജീഷ് നൽകിയ കൊട്ടേഷൻ പ്രകാരമാണ് മൂവരും ചേർന്ന് ഓട്ടം പോകാനെന്ന ജയയുടെ ഓട്ടോയിൽ കയറുകയും ഇവരെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തത്. ഇവ കൊണ്ടുവരെ ഇവരുടെ മുതുകിലടിച്ചുവെന്നും പ്രതികൾ പോലീസിൽ മൊഴി നൽകി. ഗുരുതരമായി പരിക്കേറ്റ ജയ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. കളമശ്ശേരി നഗരസഭയിൽ ഡെങ്കിപ്പനി പടർന്നു. മുനിസിപ്പാലിറ്റിയിലെ സൂപ്രണ്ടടക്കം 6 ഉദ്യോഗസ്ഥർക്കാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. നഗരസഭാ പരിധിയിലും വ്യാപകമായി ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിരവധി പേർ ഇതിനോടകം ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് നഗരസഭയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വൻ സ്വർണ്ണക്കടത്ത് പിടികൂടി. ബ്ലൂടൂത്ത് സ്പീക്കറിനടിയിൽ അതിവിദഗ്ധമായി ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച 1 കോടി രൂപയുടെ അടുത്ത് വില വരുന്ന സ്വർണ്ണമാണ് കസ്റ്റംസ് പിടികൂടിയത്. റിയാദിൽ നിന്നെത്തിയ മലപ്പുറം സ്വദേശി നൌഷാദിൽ നിന്നാണ് കസ്റ്റംസ് സ്വർണം പിടികൂടിയത്. 1 കിലോ 350 ഗ്രാം സ്വർണ്ണമാണ് ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തത്. വിമാനത്താവളത്തിൽ ചെക്കൌട്ട് പരിശോധനയ്ക്കിടെ ഇയാളുടെ ബാഗേജ് സ്കാനിങ്ങിനിടെ സംശയം തോന്നിയതോടെയാണ് സ്വർണ്ണക്കടത്ത് പൊളിഞ്ഞത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ബാഗിനുള്ളിലെ ബ്ലൂടൂത്ത് സ്പീക്കറിനുള്ളിൽ സ്വർണം കണ്ടെത്തിയത്. 2 തങ്കക്കട്ടികളാക്കിയാണ് ഇയാൾ സ്വർണം കടത്താൻ ശ്രമിച്ചത്. സംഭവത്തിൽ കസ്റ്റംസ് കൊച്ചി യൂണിറ്റ് അന്വേഷണം ആരംഭിച്ചു. നൌഷാദിനെ കസ്റ്റംസ് ചോദ്യം ചെയ്തു വരികയാണ്. ഇവിടെ നിന്നാണ് സ്വർണം ലഭിച്ചത്, ആർക്കു വേണ്ടിയാണ് കടത്തിയത് തുടങ്ങിയ കാര്യങ്ങൾ പുറത്തുവരാനുണ്ടെന്നും വിശദമായ അന്വേഷണം നടക്കുകയാണെന്നും കസ്റ്റംസ് അറിയിച്ചു. ആലുവയിൽ മോട്ടോർ വകുപ്പ് നിയമങ്ങളെ വെല്ലുവിളിച്ച് സ്വകാര്യ ബസ്സുകളിൽ മുദ്രാവാക്യങ്ങൾ എഴുതുന്നു. ബസിന്റെ മുകളിലാണ് മത്സരയോട്ടം കുറ്റമല്ല എന്നെഴുതിയ എറണാകുളം സിറ്റി ബസ് ഓടുന്നത്. ആലുവയിൽ നിന്ന് തേവരയിലേക്ക് പോകുന്ന ബസ്സിലാണ് ഇംഗ്ലീഷിൽ സ്റ്റേറ്റ് റേസിംഗ് ഈസ് നോട്ട് എ ക്രൈം എന്ന പെയിന്റ് ചെയ്തിരിക്കുന്നത്. മുൻകാലങ്ങളിൽ ടൂറിസ്റ്റ് ബസ്സുകളിൽ പ്രശസ്ത സിനിമാ ഡയലോഗുകൾ, അശ്ലീല സംഭാഷണങ്ങൾ വലിയ ചിത്രങ്ങളോടൊപ്പം എഴുതി വയ്ക്കുന്നത് വിവാദമായിരുന്നു. അപകടങ്ങളെ തുടർന്ന് നിറം വെളുപ്പിച്ചാക്കിയതോടെ ടൂറിസ്റ്റ് ബസ്സുകളിൽ നിന്ന് അവ അപ്രത്യക്ഷമായി. നിയമവിരുദ്ധമായ വരികൾ ഈയിടെയായി സ്വകാര്യ ബസ്സുകളുടെ അകത്തും പുറത്തും കാണുന്നതായും യാത്രക്കാർ ചൂണ്ടിക്കാണിക്കുന്നു. ഏറ്റവും കൂടുതൽ മത്സരയോട്ടവും അപകടങ്ങളും നടക്കുന്ന ആലുവ എറണാകുളം ദേശീയപാതയിലൂടെ ഓടുന്ന ബസ്സിനെതിരെ നടപടിയെടുക്കേണ്ട അധികൃതരുടെ കണ്ണിൽ ഇവ ഉൾപ്പെട്ടിട്ടില്ല. കാഞ്ഞൂർ വിമല ഹോസ്പിറ്റലിൽ 96 വയസ്സുള്ള ത്രേസ്യ കരുമത്തി എന്ന അമ്മയുടെ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തീകരിച്ചു. പുതിയടം സ്വദേശിയായ ത്രേസ്യ കഴിഞ്ഞ 27-ന് കുളിമുറിയിൽ വീണ് ഇടുപ്പിന് ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു. അസ്ഥിരോഗ വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഡോക്ടർ പ്രസന്നൻ പറയൂർത്തോട്ടത്തിന്റെ നേതൃത്വത്തിൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തീകരിക്കുകയായിരുന്നു. അനസ്തേഷ്യ ഡോക്ടർ സുരേഷും ആശുപത്രി നഴ്സുമാരുടെയും ഈ ശസ്ത്രക്രിയ വിജയകരമാക്കി തീർക്കുന്നതിൽ ഡോക്ടർക്കൊപ്പം നിന്നു. കാഞ്ഞൂർ പള്ളിയുടെ കീഴിലുള്ള ചാരിറ്റബിൾ സ്ഥാപനമാണ് വിമല ആശുപത്രി. ക്യാഷ്ലെസ് ഇൻഷുറൻസ് സൗകര്യവും സർക്കാർ ജീവനക്കാർക്ക് മെഡിസെപ്പ് ഇൻഷുറൻസ് സൗകര്യവും ലഭ്യമാണ്. ഒട്ടേറെ പേർക്ക് ആശ്രയമായ ചാരിറ്റബിൾ സ്ഥാപനമായ വിമല ആശുപത്രിയിൽ വിവിധ ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്. ഓട്ടോറിക്ഷ മറിഞ്ഞ് പരിക്കേറ്റ ഡ്രൈവർ മരിച്ചു. മുടക്കുഴ കളരിക്കൽ വീട്ടിൽ KG മനോജാണ് മരിച്ചത്. ഞായറാഴ്ച വൈകിട്ട് 3-ന് കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് പോകും വഴി ചൂണ്ടക്കുഴി ജംഗ്ഷന് സമീപം പുഴയിൽ ചാടി ഓട്ടോറിക്ഷ മറിഞ്ഞായിരുന്നു അപകടം. മനോജ് സമീപമുള്ള ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. കാര്യമായ പരിക്ക് കാണാത്തതിനാൽ വീട്ടിലേക്ക് പോയി. അസ്വസ്ഥയെ തുടർന്ന് വീണ്ടും സ്വകാര്യ ആശുപത്രിയിലാക്കിയതിന് പിന്നാലെയാണ് മരിച്ചത്. സാഞ്ചു ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം ഇൻക്വസ്റ്റിന് ശേഷം പോസ്റ്റ്മോർട്ടം നടത്തും. ഭാര്യ ബിന്ദു, മക്കൾ ഗോപിക, വേദ. ഈ വാർത്തയോട് കൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.
അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614. വാർത്തയോടുകൂടെ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി. മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര, നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി.